നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ദുബായിൽ വെച്ചിട്ട് യാറാനെ കണ്ടായിരുന്നു. പിന്നെ കാണാതെ അയാൾ ഇത്രയും കാലം ചതിക്കുമായിരുന്നടാ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അയാൾക്ക് അവിടെ വേറെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന്. എന്നാലും എന്റെ മോനെ, എന്നാൽ ഈ സിദ്ധുവിന് ഭയങ്കര ബുദ്ധി എന്നല്ലേ. എന്നെ കാണാൻ സൗന്ദര്യമൊന്നുമില്ല. അറബി പെൺപിള്ളേരെ വെച്ച് നോക്കിയാ നീ അത്രയ്ക്ക് പോരാ. അയ്യോ, ലച്ചുവിന്റെ ലാസ്റ്റ് കരച്ചിലടി ചിരിയാണ് സത്യത്തിൽ വന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. മറ്റേ കൊച്ചു പിള്ളേരക്കരുത് കരയുന്ന കല്ലൂരെക്കാളും ഏജ് കുറവുള്ള പോലെയാണ് ലച്ചു ഇരുന്ന് കരയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ തട്ടിയും മുട്ടിന്ന് ഇതേ പുതിയൊരാളും കൂടെ വന്നേക്കെയാണ്. നമ്മളെല്ലാവരും പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഗൾഫിൽ നിന്ന് വന്ന ഫ്രണ്ടായിട്ടൊക്കെ വന്നേക്കാണ്, സിദ്ധുവിന്റെ ഫ്രണ്ടായിട്ട് വന്നേക്കാണ്. എന്തായാലും നല്ല രസകരമായിട്ടുള്ള പ്രൊമോ തന്നെയാണ് വന്നേക്കുന്നത്. ഏതൊരു പെണ്ണിന്റെ പേര് പറയും, അവനവിടെ വേറെ ഫാമിലി ഉണ്ടെന്നൊക്കെ പറയും. ഭയങ്കര അപ്പോൾ ഇനിയൊന്നിങ്ങനെ വന്ന് തട്ടിമുട്ടിയും ടീം ഫുള്ള് ഇതിലേക്ക് വരുന്നൊരു പരിപാടി വന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഈ മഞ്ജു പിള്ളയൊക്കെ വന്നിട്ട് നമ്മുടെ കുഴിയപ്പുളത്തെ വീട് കാണിക്കുമ്പോഴേ അവർ രണ്ടുപേരും മെയിനായിട്ട് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ കവിയും അല്ലെങ്കിൽ കമലാസനും അങ്ങനെ ആ ടീം ഫുള്ള് വന്നിരുന്നെങ്കിൽ ഭയങ്കര ഉപ്പുമുളക് വേറെ ലെവലിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്